ഈ നാടിൻ്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും നാട്ടിൽ എളിയ രാഷ്ട്രീയ പ്രവർത്തനമായി ആരംഭിച്ച എനിക്കറിയാം. നാളുകളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ UDF വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരു സ്മാർട്ട് തിരുവല്ലായി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. തിരുവല്ലയിലെ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ ഇപ്പോൾ തിരുവല്ല നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയുണ്ട്? ശുഭപ്രതീക്ഷയാണോ? UDF കേരളത്തിലുടനീളവും തിരുവല്ലയിലും വൻ വിജയം നേടും. നല്ല ഉറച്ച ശുഭപ്രതീക്ഷയാണുള്ളത്. UDF പ്ലസ് പോയിന്റ്സ് എന്താണ്? തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് ഇവിടെ LDF കാൻഡിഡേറ്റ് വിജയിക്കുന്നൊരു മണ്ഡലമാണ്. തിരുവല്ല ചരിത്രം തിരുത്തി എഴുതും. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വികാരം കേരളത്തിലുടനീളമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ 13,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി ആന്റോണിക്ക് മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 7,500 വോട്ടിന് മുകളിൽ UDF മുൻതൂക്കമുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നത് തിരുവല്ലയിലെ ജനങ്ങൾ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കുവാൻ UDF ഒരു ഗവൺമെന്റ് വരാൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. അതിലുപരി തിരുവല്ലയിലെ 20 വർഷത്തെ വികസന മുരടിപ്പ് ഈ ചർച്ച ചെയ്യുകയാണ്. ഒരു മുഴുവൻ സമയം ജനപ്രതിനിധി ഈ നാട്ടിൽ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമുള്ള. അത് തീർച്ചയായും UDF ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ചർച്ചാ വിഷയമാകും. UDF നല്ല വിജയം നേടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജോസഫ് വിഭാഗത്തിന് സീറ്റ് ലഭിച്ചെങ്കിലും ചില ഉൾത്തർക്കങ്ങൾ മൂലം തുടർച്ചയായി സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇക്കുറി അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ജോസഫ് വിഭാഗം എന്നല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേ ഉള്ളൂ ജോസഫ്. അതിന് മുമ്പ് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിച്ചാണ് മത്സരിച്ചത്. അന്നേരം അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്രാവശ്യം പ്രസക്തിയില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDF ഗവൺമെന്റ് ഉണ്ടാവണമെന്നാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള RSP എല്ലാ പാർട്ടികളും ആഗ്രഹിക്കുന്നതാണ്. തിരുവല്ലയിൽ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ. ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും, ഒന്നിച്ച് ഞങ്ങൾ വിജയം വരിക്കും. ടീം UDF ആണ് തിരുവല്ലയിലും. LDF കാൻഡിഡേറ്റിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് വോട്ടർമാരോട് പറയുന്നത്? നമ്മൾ ജയിക്കുകയാണെങ്കിൽ എന്ത് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ എന്താണ് അവരോട് ഒരു വാഗ്ദാനം നൽകുന്നത്? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ആരംഭിച്ച ഒരാളാണ്. യുവജന രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്. ഒരു അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചിട്ട് 35 വർഷം പിന്നീടാണ്. ഈ നാടിൻ്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും നാട്ടിൽ എളിയ രാഷ്ട്രീയ പ്രവർത്തനമായി ആരംഭിച്ച എനിക്കറിയാം. അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയുവാനുള്ളത്, നാളുകളിൽ ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ, നാളുകളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ UDF വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരു സ്മാർട്ട് തിരുവല്ലായി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. തിരുവല്ലയ്ക്ക് ഒരു വികസന അജണ്ട UDF ഉണ്ടാവും. അത് തിരുവല്ല പട്ടണത്തിൻ്റെ മാത്രമല്ല, തൊട്ടപ്പുറം അപ്പർ കുട്ടനാട് മേഖലയുടേതും മല്ലപ്പള്ളി ഉൾപ്പെടുന്ന മല്ലപ്പള്ളി, കല്ലുപ്പാറ, ആനിക്കാട്, കുന്നന്താനം, പുറമറ്റം പഞ്ചായത്തുകൾ പാടെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചുള്ള തിരുവല്ല നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. ഞങ്ങളുടെ വികസന അജണ്ടയും ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരം കൂടി വരുമ്പോൾ UDF വൻ വിജയം നേടും. UDF ഒറ്റക്കെട്ടാണ്, വിജയം ഉറപ്പാണ്. ഏതായാലും ഒരു സ്മാർട്ട് തിരുവല്ല, അതാണ് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ വോട്ടർമാരുടെ മുന്നിൽ വയ്ക്കുന്നത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കുടുമൊന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.